അഹാന കൃഷ്ണയുടെ ഗ്രാൻഡ് മദർ റിലേറ്റ് ചെയ്തിട്ട് ഈ റീസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ള ചില അലിഗേഷൻസും കോൺട്രവേഴ്സിയുടെ ഒക്കെ പുറത്ത് അഹാനയുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലാസ്റ്റ് ഒരു 6 to 7 മിനിറ്റ്സോളം അഹാന കൃഷ്ണ ഈ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെയും വ്യൂവേഴ്സിനെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. എന്നതിനെപ്പറ്റി, ഉത്തരവാദിത്തമുള്ളതിനെ പറ്റി, മനുഷ്യത്വത്തിനെ പറ്റി, വരാൻ പോകുന്ന ജനറേഷന് ശുദ്ധമായ പാല്, ശുദ്ധമായ തൈര്, ശുദ്ധമായ നെയ്യൊക്കെ കിട്ടുന്ന പോലെ ശുദ്ധമായ റിയൽ ആയിട്ടുള്ള കോണ്ടന്റുകൾ കിട്ടണമെന്നും ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണമെന്നും പല ആളുകളും ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൊണ്ട് അവർക്ക് മാത്രമേ ഗുണമുണ്ടാവുന്നുള്ളൂ, ഓഡിയൻസിന് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിനെ പറ്റി ചിന്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതൊക്കെയാണ്: അഹാന കൃഷ്ണ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഓഡിയൻസിന് ബെനിഫിറ്റ് കിട്ടുന്നതാണോ? ഈ പറയുന്ന ഉത്തരവാദിത്വവും ശുദ്ധമായ കോണ്ടന്റ് വരാൻ പോണ ജനറേഷന് കൊടുക്കുന്നതും ഇനി കുറേ നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അഹാന കൃഷ്ണ എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, വളരെ റെസ്പോൺസിബിൾ ആയിട്ട് നല്ല രീതിയിലുള്ള കോണ്ടന്റുകൾ മാത്രം ഉണ്ടാക്കുന്ന, കണ്ടു പഠിക്കേണ്ട ഒരു ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാൻ പോകുമ്പോൾ സ്വന്തമായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂടെ അഹാനയ്ക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഈ വീഡിയോ അഹാന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അഹാന ചെയ്ത മറ്റൊരു വീഡിയോ ഉണ്ട്, ഗ്ലൂട്ടാത്തിയോനെ പറ്റി. ഗ്ലൂട്ടാത്തിയോന്റെ ടാബ്ലറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് താഴെ ഒരുപാട് ആളുകൾ അവരുടെ കൺസേൺസ് ഉയർത്തുന്നുണ്ട്. അഹാന ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഹാന ഒന്നിനും ഉത്തരം കൊടുത്തിട്ടില്ല. കാരണം അഹാനെ ബാധിക്കുന്ന വിഷയമല്ല. ആ പറയുന്ന അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ഗുണങ്ങളും അഹാനയ്ക്ക് ഉണ്ടെന്നിരിക്കുക ബാക്കിയുള്ളവർക്ക് ഗുണമോ ദോഷമോ ഇൻസെക്യൂരിറ്റിയോ എന്ത് തന്നെ ഉണ്ടായാലും അത് അഹാനെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ പറഞ്ഞ അമ്മൂമ്മയുടെ പേരിലുള്ള അലിഗേഷൻസും കോൺട്രവേഴ്സിയൊക്കെ വന്നു കഴിഞ്ഞാൽ അഹാന ഉൾപ്പെടുന്ന ആ ഫാമിലിയുടെ ഇമേജ് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കൂടുതലോ അല്ലെങ്കിൽ ഇവർ ഇത്തരക്കാരാണോ മോശക്കാരാണോ എന്നൊക്കെ ആളുകൾക്ക് തോന്നുമോ എന്നും കുറ്റം പറയുമെന്നൊക്കെയുള്ള ചിന്തയുടെ പുറത്തല്ലേ അഹാന സംസാരിച്ചത്. മറ്റേ വശം എന്ന് പറയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഒക്കെ അഹാനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വാങ്ങി കഴിക്കുന്നവർക്ക് എന്ത് വന്നാലും അത് അഹാനയുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു നോട്ട് എക്സ്ട്രാ ഇടേണ്ട ആവശ്യം പോലും അഹാനയ്ക്കില്ല. അഹാന ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അഹാനയുടെ കുറേ വ്യൂവേഴ്സ് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അഹാനെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫാമിലി ഒരിക്കലും അങ്ങനെ ചെയ്യും, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമാണെന്നൊക്കെ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടന്നത്, ഇങ്ങനെയൊക്കെയാണോ അവർ പെരുമാറിയത് എന്നൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് പോയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയോ? ഇല്ല. അഹാന പറയുന്നത് സത്യസന്ധമായിരിക്കും. അഹാന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. അഹാന കള്ളമൊന്നും പറയില്ല. അഹാന പറയുന്നത് ഉള്ളതാണെന്നൊക്കെ തോന്നുന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. ഈ വിശ്വാസം, ഇത് തന്നെയാണ് ഈ വീഡിയോയിലുടനീളം ഞാൻ സംസാരിക്കാൻ പോകുന്ന വാക്ക്. അപ്പോൾ എന്തിനാണ് അഹാനെ വിശ്വസിച്ച് അതൊക്കെ വാങ്ങിക്കാൻ പോയത് എന്ന് ഈ പറയുന്ന അന്തഫാൻസാരും ഇനി ഈ വീഡിയോ കണ്ടിട്ട് ചോദിക്കില്ല എന്ന് വിചാരിച്ചോട്ടെ. അഹാന സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അത് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോയിൽ അഹാന ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ആണ്, ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, ഞാനിത് കഴിച്ചാൽ ഇങ്ങനെ കിട്ടും, ഇങ്ങനൊന്നും അഹാന പറയുന്നില്ല. സിമ്പിളായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ്. അതിലൊരു പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ടാഗും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രം. അതായത് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഗ്ലൂട്ടാത്തിയോൺ ഈ ടാബ്ലറ്റ് അഹാന കഴിക്കുന്നുണ്ടെന്നും അഹാനയുടെ സ്കിൻ ഇപ്പോൾ ഇത്രയും നന്നായിട്ടൊക്കെ ഇരിക്കുന്നില്ല, അതിന് ഈ പറയുന്ന ടാബ്ലറ്റിന് ചില ഗുണങ്ങളുണ്ടെന്നും അഹാന കൃഷ്ണയെ പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളൊക്കെ കഴിക്കുന്ന ഈ ടാബ്ലറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കും ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ധൈര്യമായിട്ട് കഴിക്കാമെന്നൊക്കെയാണ് ഇതിൽ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ. ഇത് കാണുന്ന ആളുകൾ ഉറപ്പായിട്ടും ഇത് ക്ലിക്ക് ചെയ്യുമെന്നും വാങ്ങിക്കുമെന്നും അഹാന കൃഷ്ണയ്ക്കും അഹാനയ്ക്ക് ആ പ്രമോഷൻ കൊടുത്ത ബ്രാൻഡിനും നല്ല ഉറപ്പുണ്ട്. അല്ലാതെ അഹാന ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ആ ഒരു ടാബ്ലറ്റിന്റെ ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്തുകൊണ്ട് ആരും ഒന്നും വാങ്ങിക്കാൻ പോണില്ല എന്ന് തോന്നുന്ന ഒരു ബ്രാൻഡും അഹാന എടുത്ത് വരികയോ അതിന് നല്ലൊരു റെമ്യൂണറേഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുവാനായിട്ട് അഹാനയോട് പറയുകയോ ചെയ്തില്ല. അപ്പൊ അഹാനയ്ക്കും ബ്രാൻഡിനും അറിയാം അഹാന ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഓഡിയൻസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന്. മറ്റു ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഹാന കൃഷ്ണ ഒരു സ്കിൻ ക്ലിനിക്കിൽ പോവുകയുണ്ടായി. അതായത് 2 മാസമായിട്ട് സ്കിന്നിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് സ്കിൻ വല്ലാണ്ടായതുകൊണ്ടാണ് അഹാന ക്ലിനിക്കിൽ പോയത്. അതും അഹാനയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ടാണ് അഹാന ക്ലിനിക്കിലേക്ക് പോകുന്നത്. എന്നിട്ട് സ്കിൻ ക്ലിനിക്കിൽ പോയി അഹാന പിഗ്മെന്റേഷനും ഇമെലാനിൻ പ്രൊഡക്ഷനും ഒക്കെ ചെറുതായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അത് വളരെ കൺവീനിയന്റ് ആയിരുന്നു എന്നൊക്കെ അഹാന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പൊതുവെ ശ്രദ്ധിച്ചിട്ടില്ലേ, സ്കിന്ന് വെളുക്കണമെന്നോ വെളുപ്പിക്കണമെന്നോ ആരും പറയാറില്ല. പകരം പിഗ്മെന്റേഷൻ മാറ്റാം, ടാൻ മാറ്റാം, മെലാനിൻ പ്രൊഡക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ അഹാന അത് സ്കിൻ വെളുക്കാമെന്ന് ഒരിക്കലും പറയുന്നില്ല. പിഗ്മെന്റേഷനും മെലാനിൻ പ്രൊഡക്ഷനും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്, നിങ്ങൾ പോയി എടുത്തോളാനും പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അഹാനയ്ക്ക് റിസൾട്ടും കിട്ടി. അതിന് 2 ദിവസത്തിന് ശേഷം അഹാനയുടെ മറ്റൊരു ഫ്രണ്ട് പറഞ്ഞതിന്റെ പേരിൽ അഹാന ഒരു പ്രൊമോഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ അങ്ങനെ ഒരു ക്രീമായിരുന്നു. അതൊരു ഡെർമറ്റോളജിസ്റ്റും കൂടെ റെക്കമെൻഡ് ചെയ്ത പ്രൊഡക്റ്റാണ്. അതിൽ അഹാന ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം പേഴ്സണലി യൂസ് ചെയ്ത് ഉറപ്പുവരുത്താതെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും തരാറില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അതായത് അഹാന എല്ലാ പ്രൊഡക്ട്സും ഒക്കെ ട്രൈ ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആളുകൾക്ക് പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാറുള്ളൂ. വളരെ ജെന്യൂൻ ആയിട്ട് പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുന്ന ആളാണ് കേട്ടോ. ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ, അഹാനയുടെ ഡേ 1 ആണ്. ഈ ഡേ 1ന് ശേഷം 60 ദിവസത്തിന് ശേഷം അഹാന വന്നിട്ട് 60ാമത്തെ
ദിവസം അഹാനയുടെ സ്കിൻ എങ്ങനെ ഈ ക്രീം യൂസ് ചെയ്തതിന്റെ പേരിൽ ഇരിക്കുന്നു എന്നുള്ളത് നമ്മളെ കാണിച്ചു തരും. അതിന് കുറച്ച് ദിവസത്തിന് ശേഷം അഹാന ചെയ്ത മറ്റൊരു പ്രൊമോഷൻ വീഡിയോ ആണ് ഈ പറയുന്ന ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റിന്റെ. ഈ പറയുന്ന പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തു എന്ന് അഹാന പറഞ്ഞതിന് ശേഷം അഹാന കാണിക്കുന്ന സ്കിന്ന് ഈ രൂപത്തിൽ നല്ല വെളുത്ത് ഗ്ലോ ഒക്കെയുള്ള മെലാനിൻ പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് അഹാന പറയുമായിരിക്കും. ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തിയോൺ കഴിച്ചതുകൊണ്ടാണെന്നോ, അതോ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൊണ്ടാണെന്നോ, അതോ നേരത്തെ പറഞ്ഞ ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടാണെന്നോ, അതോ ഇതെല്ലാം ചെയ്യണമെന്നോ? ഇത് ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നില്ലേ? ആളുകളിൽ ഓവർ കൺസെപ്ഷന് ചാൻസ് ഉണ്ടാക്കുന്നില്ലേ? കുറേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ, കുറേ കാര്യങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നും നിങ്ങളെപ്പോലെയൊക്കെ ആയേക്കുമെന്നോ ഒരു തോന്നലൊന്നും ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഈ ഗ്ലൂട്ടാത്തിയോണിന്റെ കാര്യം പറയുമ്പോഴേ മറ്റു ചില കാര്യങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ ആളുകൾക്ക് വെളുത്ത സ്കിന്നോട് വല്ലാത്ത ഒബ്സഷൻ ഉണ്ടല്ലോ. ഞാനൊരു ഡസ്കി സ്കിൻ ആയതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ പേരിൽ എൻ്റെ ടീനേജ് പ്രായത്തിൽ വെളുക്കാൻ ട്രൈ ചെയ്ത് പണി കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്കിൻ ഒന്ന് നന്നാക്കിയേക്കാം, വെളുപ്പിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടീനേജേഴ്സും പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ അഹാനയുടെ വീഡിയോ കാണുമ്പോൾ അഹാനയുടെ ഫാമിലിയിലുള്ള ആളുകളെ നോക്കുവാണെങ്കിൽ ഇവരൊക്കെ ഫെയർ കോംപ്ലക്ഷൻ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്കിൻ സീക്രട്ട് എന്താണ്, ഇവരെങ്ങനെയാണ് വെളുത്തതെന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതിന് ഉദാഹരണം നോക്കുവാണെങ്കിൽ ഇഷാനി കൃഷ്ണ മുൻപ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഗ്ലൂട്ടാത്തിയോൺ എടുത്തുകൊണ്ടാണോ നിങ്ങൾ എങ്ങനെ വെളുത്ത് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇഷാനി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഗ്ലൂട്ടാത്തിയോൺ എന്താണെന്ന് പോലും അറിയില്ല, അത് കുത്തിവെക്കുകയാണോ കഴിക്കുകയാണോ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല, ഇതൊക്കെ ഞങ്ങളുടെ ജെനറ്റിക്സിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. അതായത് ഇവർ ഒരുപാട് പഴയ കാലത്തുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അതിലൊക്കെ അവർക്ക് ഇപ്പോഴത്തെ ഒരു കളർ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും ഡിഫറൻസ് ഉണ്ട്. അതായത് നേരത്തെ കുറച്ചുകൂടെ ഡാർക്ക് സ്കിൻ ആയിരുന്നു. അപ്പോൾ ആ പറയുന്ന സ്കിന്നിൽ നിന്നും ഇപ്പോൾ കാണുന്ന ഈ സ്കിന്നിലേക്ക് എങ്ങനെയാണ് എത്തിയെന്ന് അറിയാൻ കുറേ ആളുകൾ ക്യൂരിയസ് ആണ്. ഇവരെ പോലെ വെളുക്കാൻ ആഗ്രഹമുള്ള ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അഹാന സിമ്പിളായിട്ട് വന്നിട്ട് ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് കഴിക്കുന്നത് കാണുമ്പോൾ അഹാനെ പോലുള്ള ആളുകൾക്ക് ഈ ഗ്ലൂട്ടാത്തിയോൺ കഴിച്ചത് കൊണ്ടായിരിക്കാം ഈ റിസൾട്ട് കിട്ടിയെന്ന് ആളുകൾ ചിന്തിക്കില്ലേ? ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞാൽ എന്തിന് കഴിച്ചാലോ കുത്തിവെച്ചാലോ വെളുക്കും, ഇതാണ് പൊതുവെയുള്ള ഒരു അറിവ്. അഹാനയുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് അഹാന ഈ ഗ്ലൂട്ടാത്തിയോൺ കുടിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അഹാനെ പോലെ വെളുക്കാവുന്ന, നേരത്തെ ഡാർക്ക് സ്കിൻ ആയിരുന്ന അഹാന ഇപ്പോൾ വെളുത്തിരിക്കുന്നതിന്റെ കാരണം ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തിയോണൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ആളുകൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യില്ലേ? ഈ പറഞ്ഞ ആളുകൾ അഹാന കൃഷ്ണയുടെ സ്കിൻ കളർ ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് ഒക്കെ കുടിച്ചത് കൊണ്ടാണ് കിട്ടിയതെന്ന് വിചാരിച്ച് ടാബ്ലറ്റ് വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയല്ലേ അഹാനയും ഈ പറഞ്ഞ ബ്രാൻഡും ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്? അഹാനയ്ക്ക് ഈ പറഞ്ഞ ഓഡിയൻസിനോട് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അഹാനയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കുന്ന ആളുകളോട് അഹാന ഒന്നും പറഞ്ഞിട്ടില്ല. അഹാന എല്ലാ ദിവസവും ഗ്ലൂട്ടാത്തിയോൺ കലക്കി കുടിക്കും. അതാണ് അഹാനയുടെ ഡേ ഇൻ മൈ ലൈഫ്. എന്തെങ്കിലും മറ്റൊരു രസകരമായ കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നോക്കൂ, അഹാന കഴിഞ്ഞ ദിവസം സ്കിൻ ക്ലിനിക്ക് പോകുന്നു, അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു, അതിനുശേഷം സിമ്പിളായിട്ട് വന്നിരുന്ന് ഈ പറയുന്ന ഗ്ലൂട്ടാത്തിയോൺ കഴിക്കുന്നു. ഈ മോയ്സ്ചറൈസർ പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോയിൽ ഇതിൽ സെയിം ഔട്ട്ഫിറ്റിൽ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരുന്ന അഹാന മോയ്സ്ചറൈസർ പ്രൊമോഷൻ ചെയ്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ച് സെയിം ഔട്ട്ഫിറ്റിൽ ഒരു ഗ്ലാസ്സിൽ ഗ്ലൂട്ടാത്തിയോൺ ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ കുടിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പ് മാത്രമേ അഹാന ഇട്ടിട്ടുള്ളൂ. അതായത് അവർ ചോദിക്കുന്നത് എത്ര സിമ്പിളായിട്ടാണ് അല്ലെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്. ഒരാൾ വന്നിട്ട് ക്യാമറ ഓൺ ചെയ്യുന്നു, ഒരു മോയ്സ്ചറൈസർ എടുക്കുന്നു, അതും ഫ്രണ്ടിന്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു, ഫ്രണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അഹാന അതെടുത്ത് തേക്കുന്നു, അതിനുശേഷം അതങ്ങോട്ട് മാറ്റി വെക്കുന്നു, അഗൈൻ ഒരു ഗ്ലാസ് എടുക്കുന്നു, അതിലേക്ക് ഗ്ലൂട്ടാത്തിയോൺ ഇടുന്നു, അതിന്റെ ക്ലിപ്പ് എടുത്തിട്ട് നേരത്തെ എപ്പോഴും ചെയ്ത ഫോട്ടോഷൂട്ടിന്റെ ക്ലിപ്പും റംബൂട്ടാൻ കഴിച്ച വീഡിയോസും പലപ്പോഴും പല സമയങ്ങളിൽ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് അഹാന അങ്ങ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ വീഡിയോ കാണുന്ന ആളുകൾ വിചാരിക്കും ഒരു ദിവസത്തിലാണ് അഹാന ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. ഒരിക്കലല്ല. അവർ ഇൻസ്റ്റാഗ്രാം പരിശോധിച്ച് കഴിഞ്ഞാൽ പല ദിവസത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ കോർത്തിണക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതും ഈ ഗ്ലൂട്ടാത്തിയോന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാത്രം. ഇത് ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നില്ലേ? ഇത് മിസ്ലീഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ലൈൻ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി. ഈ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ അഹാന എന്ത് ഉത്തരവാദിത്വവും മനുഷ്യത്വവും ഒക്കെയാണ് ഈ പറയുന്ന 1 മില്യൺ ഫോളോവേഴ്സിനോട് കാണിക്കുന്നത്? എൻ്റെ സ്കിൻ കളർ എൻ്റെ ജെനറ്റിക്സിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്, ഈ പറയുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത്ര മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഒരു ലൈൻ അഹാന എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ല. അതായത് അഹാന ഇത്രയും വെളുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഗ്ലൂട്ടാത്തിയോണൊക്കെ കഴിച്ചത് കൊണ്ടാണെന്ന് വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ചോട്ടെ. അഹാനയുടെ സ്കിൻ ഇപ്പോൾ ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് ഈ ഗ്ലൂട്ടാത്തിയോൺ കഴിച്ചത് കൊണ്ടാണെന്ന് വിചാരിക്കട്ടെ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അഹാനയുടെ സ്കിൻ കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്ന എഡിറ്റ്സ് ചെയ്തിട്ടുള്ള വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് കഴിച്ച ഗ്ലൂട്ടാത്തിയോണിന്റെ ഭാഗമായിട്ട് ആയിരിക്കും എന്ന് ആളുകൾ വിചാരിക്കുന്നെങ്കിൽ വിചാരിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. ഈ പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് മാത്രമല്ലേ അഹാന കൃഷ്ണത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ പറയും, ഞാൻ നിങ്ങളടുത്തൊന്നും പറഞ്ഞില്ലല്ലോ ഇത് വാങ്ങിക്കാൻ വേണ്ടി, നിങ്ങളുടെ ആരെയും വീട്ടിൽ വന്നില്ലല്ലോ, ആരെയും കാര്യത്തിൽ കത്തി വെച്ചിട്ടില്ലല്ലോ തുടങ്ങിയിട്ടുള്ള ന്യായങ്ങളും പറയും. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യത്തിന് കൂടി ഉത്തരം പറയേണ്ടതുണ്ട്. സിനിമാ നടിമാരൊക്കെ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അമല പോൾ എല്ലാ ദിവസവും ഈ പറയുന്ന സോപ്പ് തേച്ച് കുളിക്കുന്നുണ്ടോ? മോഹൻലാൽ എല്ലാ ദിവസവും കണ്ണൻ ദേവൻ ടീ കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ആളുകൾ വളരെ മാസമായിട്ടൊക്കെ ചോദിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. കമന്റ് ബോക്സിൽ വന്നിട്ട് ചിലർ ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ ചെയ്യാലോ, ഇതൊക്കെ പുതിയ കാലത്തിന്റെ മാറ്റങ്ങളല്ലേ എന്നൊക്കെ. ഈ അഡ്വർടൈസ്മെന്റും നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അവർ ചെയ്യുന്നത് ഒരു കൊമേഴ്ഷ്യൽ ആഡാണ്. ഇതിൽ അവർ അഭിനയിക്കുകയാണെന്ന് TV കാണുന്ന എല്ലാവർക്കും അറിയാം.
നയൻതാരയും ഒരു ചെറിയ പെൺകുട്ടിയും കൂടെ വന്നിട്ട് സന്തൂറിന്റെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് നയൻതാരയുടെ കുട്ടിയല്ലെന്നും അത് നയൻതാര അഡ്വർടൈസ്മെന്റിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നൊക്കെ എല്ലാവർക്കും ധാരണകളുണ്ട്. ഇതിനു മുമ്പ് ഈ പറയുന്ന ക്ലെയിമുകളൊക്കെ വെച്ചിട്ടുള്ള കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റിന് എതിരെ ആളുകൾ കേസ് കൊടുത്ത ചരിത്രം ഇവിടെ ഉണ്ട്. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതിയാവും. നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവേളകളിൽ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെ വന്നിരുന്ന് കുറച്ച് സിനിമാ നടിമാരോ നടന്മാരോ ഒക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ സിനിമയിലോ ഇന്റർവ്യൂയിലോ ഒന്നും കാണുന്ന രൂപത്തിലല്ല അവർ വന്നിരിക്കുന്നത്. തികച്ചും ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള എല്ലാ ഇമ്പാക്റ്റും അവർ തരുന്നുണ്ട്. ഒരു ബ്രാൻഡ് എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റിന് നൽകാൻ ശേഷിയുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നത് അതൊക്കെ അവർ അവിടെ വന്നിരുന്ന് പറയുന്നു, ആക്ട് ചെയ്യുന്നു. ബ്രാൻഡ് കൊടുത്തിട്ടുള്ള ടാഗ് ലൈൻ ഇതാണ് എൻ്റെ സ്കിൻ സീക്രട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇത്തരത്തിലൊരു നടിയോ നടനോ ഒക്കെ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവരൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാലയളവിൽ അവർ മറ്റൊരു അഡ്വർടൈസ്മെന്റിൽ മുഖം കാണിക്കാറില്ല. ഒരു സോപ്പിന്റെ പരസ്യത്തിൽ വന്നാൽ മറ്റൊരു സോപ്പിന്റെ പരസ്യത്തിലേ വരാറില്ല. ഇത്തരത്തിലുള്ള കൃത്യമായ നിയമ നടപടികൾക്കൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. തികച്ചും ഒരു നടി നടൻ എന്നുള്ള രീതിയിൽ സ്ക്രീനിൽ കണ്ട് മുഖപരിചയമുള്ള ആളുകളുടെ പോപ്പുലാരിറ്റിയെ യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ് പരസ്യം എന്ന രീതിയിൽ ആളുകളുടെ മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ ഇൻഫ്ലുവൻസർ പ്രൊമോഷന്റെ കാര്യം എടുത്ത് നോക്കിയാലോ, ഞാൻ നിങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല, നാടകീയതയില്ല, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഇമേജസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത്. അല്ലെങ്കിൽ കാര്യമായിട്ട് ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ ചെയ്യുകയാണ്, ഒരു സിറോ ആണ്, ഇത് നിങ്ങൾ തേച്ചോളൂ, എനിക്ക് ഇത്ര മാറ്റങ്ങളുണ്ടായി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ ചെയ്യുമ്പോൾ താഴെ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ, അഭിനയിച്ചതല്ലേ എന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസർ മറുപടി കൊടുക്കും, അതേ ഞങ്ങൾ അഭിനയിച്ചതായിരുന്നു എന്ന് നിങ്ങൾ പറയുമോ? ഇനി അത് മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഇന്റർവ്യൂ വരുമ്പോൾ ഒരു ഇന്റർവ്യൂവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ചാനലിൽ വരുന്ന പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാറൊന്നുമില്ലല്ലോ, നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ആർട്ടിഫിഷ്യലായിട്ട് എന്ന് ചോദിച്ചാൽ ഇവരെന്ത് മറുപടി പറയും? അതെ, ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മറ്റേ കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റിൽ വന്നിരുന്ന ആളുകൾ പറഞ്ഞതുപോലെ ഇവർ സമ്മതിച്ചു തരുമോ? ഒരിക്കലും ഇല്ല. ഞങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂ എന്നുള്ള ട്രസ്റ്റ് തന്നെയാണ് ഇവർ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് വാദിക്കാൻ വരുന്ന ഫാൻസിനൊന്നും ഇത് അറിയാത്തത് കൊണ്ടല്ല. ഒരു വിധത്തിൽ ഇതിന്ന് ഒളിച്ചോടുക, സ്വന്തം മുഖം രക്ഷിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് റൈറ്റ് ആണ് എന്ന് വാദിക്കാനുള്ള ഒരു വ്യൂവറിന്റെ ശ്രമം എന്നതിനേക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ യാതൊരു വിധത്തിലുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു റീസണിങ്ങും ഇവിടെ സംഭവിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റിൽ അവർക്ക് നിയമത്തിന്റെ നടപടികൾ ഉണ്ടാവും. ഒരു സോപ്പിന്റെ പരസ്യത്തിൽ വരുന്ന ആൾ മറ്റൊരു സോപ്പിന്റെ പരസ്യത്തിൽ വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിന് ഇവിടെ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? അവർ എല്ലാ ആഴ്ചയും പുതിയ പ്രോഡക്ട്സ് അല്ലേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്? ആളുകൾ ഓവർ കൺസപ്ഷൻ ഒരു വിധത്തിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? ഒരു 100 ലിപ്സ്റ്റിക്കും 25 മോയ്സ്ചറൈസറും ഒക്കെ ഷെൽഫിലുള്ള ഒരു ലൈഫ് നിങ്ങൾ പോർട്രേ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിനയമാണെന്നും ഈ പ്രോഡക്റ്റ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടേ ഇല്ലെന്നും ഒരു ഇൻഫ്ലുവൻസർ പോലും ഒരു കമന്റിലോ ഒരു എക്സ്ട്രാ നോട്ടായിട്ടോ അല്ലെങ്കിൽ ആ വീഡിയോയിൽ പോലും പറയുന്നില്ല. ഊണിലും ഉറക്കത്തിലും ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തതാണെന്നുള്ള ടെസ്റ്റിമോണിയൽ വീഡിയോസ് ആണ് കൊടുക്കുന്നത്. മറ്റേത് കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ടെസ്റ്റിമോണിയൽ വീഡിയോസ് ആണ്. ടെസ്റ്റിമോണിയൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്ത ഒരു കൺസ്യൂമറിന്റെ അനുഭവമാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അത് അനുഭവം സത്യസന്ധമാണെന്ന് ക്ലെയിം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് കണ്ട് മറ്റുള്ള ആളുകൾ വാങ്ങണം എന്ന് തന്നെയാണ് നിങ്ങൾ അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നിങ്ങൾ ആരെയും കഴുത്തിന് കത്തി വെക്കുകയോ വീട്ടിൽ ചെന്ന് പറയുന്നോ ഇല്ലെങ്കിലും ഇത് വാങ്ങണം എന്ന് തന്നെ നിങ്ങൾ മറ്റൊരു രീതിയിൽ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ട്രാൻസ്പെറന്റ് ആയ, സത്യസന്ധരായ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരാണ് ഞാനെന്നൊക്കെയുള്ള ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജിന്റെ പുറത്തു നിന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. ഇത് കാണുന്ന വിശ്വസിക്കുന്ന മനുഷ്യർ, നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്പ്ലനേഷൻ വിശ്വസിക്കുന്ന, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള മനുഷ്യരാണ് ഇവിടെയും വന്നിട്ട് ഇവരുടെ ടെസ്റ്റിമോണിയൽ ഒറിജിനൽ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അവരെ ട്രസ്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ ഈ പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം, ഈ പറയുന്ന എത്തിക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ പ്രൊമോഷനിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ സംസാരിക്കുന്ന ഇടവേളയിൽ ഇവരെയൊക്കെ എന്തിനാണ് ട്രസ്റ്റ് ചെയ്യാൻ പോണത്? അവർ അങ്ങനത്തെ ഒരാളല്ലല്ലോ, എന്തിനാണ് നിങ്ങൾ അവരെ ചെയ്യാൻ പോകുന്നത്? ബുദ്ധിയില്ലാത്ത ആളുകളല്ലേ എന്നൊക്കെ വിചാരിച്ച് ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളെ മറ്റൊരു അന്തം ഫാൻസ് ഒന്ന് കളിയാക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഏറ്റവും ഭയങ്കര കോമഡിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാദിക്കാൻ വരുന്ന ആ ഒരു ഇൻഫ്ലുവൻസറാണ് നിങ്ങൾ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള, അവരെ വിശ്വസിക്കുന്ന, അവരങ്ങനെ പറയില്ല ചെയ്യില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരായി നിങ്ങൾ വന്നിരുന്ന് അവരെ മറ്റൊരു രീതിയിൽ വിശ്വസിച്ച് അവർ പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുകയാണ്. എന്തൊരു കോമഡിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുവാണ്. ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, എത്തിക്സ് ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ പലരും പറയുന്ന കാര്യമാണ് ഈ പറയുന്ന പെയ്ഡ് പ്രൊമോഷൻ നിർത്തലാക്കണം, ഇവർക്ക് റവന്യൂ കൊടുക്കരുതെന്നൊക്കെ. അങ്ങനത്തെ ഒരു പക്ഷമേ എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നന്നായി ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തനിയെ ഉണ്ടായി വന്ന ഒരു എക്കോസിസ്റ്റം ആണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ എത്തിക്സ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ള ചോദ്യം മാത്രമാണ് എനിക്കുള്ളത്. ഇതിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകേണ്ടതല്ലേ? അതായത് ഈ പറ്റിപ്പും തട്ടിപ്പും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യേണ്ടിയിരുന്ന ഒരു
ഇക്കോസിസ്റ്റം അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഞാനൊരു മാർക്കറ്റിംഗ് ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സർവീസ് ആവട്ടെ, ഒരു പ്രൊഡക്റ്റ് ആവട്ടെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താനും നല്ല രീതിയിലുള്ള ബിസിനസ് നടത്താനുള്ള വലിയൊരു സോഴ്സ് തന്നെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാണ് ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത്? തുടക്ക സമയത്ത് അവർ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള മനുഷ്യന്മാരാണെന്നൊക്കെ ഓഡിയൻസിന് തോന്നുന്നതുകൊണ്ട് മാത്രമല്ല ഒരാൾ പോയിട്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. തുടക്കത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരാണ് എന്ന് തന്നെയല്ലേ നിങ്ങളുടെ വ്ളോഗ്സിൽ കൂടെ നിങ്ങൾ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതോ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തതെന്നാണ്? വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്നൊക്കെയുള്ള രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയല്ലേ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അതിന്റെ തുടക്കം കുറിക്കുന്നത്? വിശ്വസിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരാണെന്നൊക്കെ ഓഡിയൻസിനെ ഫീൽ ചെയ്യുമ്പോൾ അവരൊന്നുമ്പോൾ ഒബ്വിയസ്ലി ആ പേജ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു. എപ്പോൾ തൊട്ടാണ് ഈ പറയുന്ന പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ വന്നു തുടങ്ങിയത്? ഒരു കാലത്തുണ്ടല്ലോ ഈ ബ്യൂട്ടി ക്രിയേറ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യത്തെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സ് കിട്ടും എന്നുള്ള രീതിയിലാണ്. അതായത് ഫ്രീ ആയിട്ട് അവർക്ക് ചില പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ കിട്ടും, അതെനിക്ക് യൂസ് ചെയ്യാം, എന്നിട്ട് ആളുകളോട് റിവ്യൂ പറഞ്ഞാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ പതുക്കെ ഈ കൊറോണ കാലഘട്ടമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് കൂടുതൽ ആളുകൾ വന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പേജുകൾക്ക് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ കൂടുന്ന സാഹചര്യം ഉണ്ടായി അല്ലേ? 1 lakh എന്നൊക്കെ ഉള്ളത് വലിയ ഒരു സംഖ്യ ആയിരുന്ന സാഹചര്യത്തിൽ അത് ഈസി ആയിട്ട് 1 million 2 million ഒക്കെ ആയി. അതായത് ഒരു പേജിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായി. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഫ്രീ പ്രോഡക്ട്സ് അവർ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുള്ള രീതിയിൽ ഒരു ക്രിയേറ്റർ റിവ്യൂ പറയുന്ന സാഹചര്യത്തിൽ വാങ്ങാൻ പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു മീഡിയത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഫ്രീ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മാത്രം ഒരു ക്രിയേറ്ററിന് കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ബ്രാൻഡുകൾക്ക് സാധ്യത ഉണ്ട് എന്നുള്ള അവസരത്തിലാണ് ഈ ഫ്രീ പ്രൊഡക്ട്സിന് അപ്പുറത്തേക്ക് ഒരു റെമ്യൂണറേഷൻ തുകയും കൂടെ ആവശ്യമുണ്ടെന്നുള്ള ഡിമാൻഡ് ഒക്കെ ഇവിടെ വരുന്നത്. അതായത് ഇവർ കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ഒരു കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നിരിക്കും. ഒരു ഫ്രീ പ്രൊഡക്റ്റിന്റെ പുറത്ത് അവർ ഇത്രയും വലിയ ബിസിനസ് കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആ ഇൻഫ്ലുവൻസറിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇരട്ടി ആ ഇൻഫ്ലുവൻസറിന് ബിസിനസ് ആയിട്ട് ഈ പറയുന്ന കമ്പനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ചാൻസ് ഇവിടെ ഉണ്ടെന്നുള്ള അവസ്ഥ തൊട്ടാണ് ഈ ക്രിയേറ്റേഴ്സിന് നല്ലൊരു തുക കമ്പനികൾ കൊടുക്കാൻ തുടങ്ങിയത് അല്ലേ? അപ്പൊ അവസ്ഥ വല്ലാണ്ട് മാറുകയാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണെന്നും മോശമാണെന്നും പറയാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ വലിയൊരു തുകയും കൂടെ നിങ്ങൾക്ക് തരുന്ന സാഹചര്യത്തിൽ ഇത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നഷ്ടക്കച്ചവടമാവും. അതുകൊണ്ട് തന്നെ തുക തരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയുക എന്നുള്ളത് മാത്രമാണ് ഏക വഴി എന്നുള്ളത് ഇവിടെ ബ്രാൻഡ്സ് തനിയെ കൊണ്ടുവന്ന ഒരു നിയമമാക്കി മാറ്റി. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് നല്ലൊരു തുക കിട്ടുമ്പോൾ ഞാൻ ഇതിന് നെഗറ്റീവ് പറയണം. നെഗറ്റീവ് പറഞ്ഞാൽ ഈ പറയുന്ന കൂടുതൽ പ്രൊമോഷൻസ് എനിക്ക് കിട്ടില്ല, അപ്പൊ മിണ്ടാതെ പോസിറ്റീവ് തന്നെ പറഞ്ഞേക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി അവരെല്ലാ പ്രൊഡക്റ്റും നല്ലതാണെന്ന് പറയാനായിട്ട് തുടങ്ങുകയാണ്. അതായത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ക്രിയേറ്റീവ്സ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നല്ലതാണെന്ന് തന്നെ പറഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കും, ആളുകൾ ഇത് വാങ്ങിക്കും. ഇവിടെ വ്യൂവേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യാനും ട്രൈ ചെയ്യാനും ഒക്കെ കൊണ്ടുപോയി ആവശ്യമില്ലാത്ത പൈസ കളയാതെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റർ വന്നിരുന്ന് അവരത് ട്രൈ ചെയ്ത് അവരുടെ പേഴ്സണൽ അനുഭവം ടെസ്റ്റിമോണിയൽ വീഡിയോ ആയിട്ട് പറയുമ്പോൾ അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്തിരുന്ന ആളുകളാണ്. പക്ഷേ മണി ഓറിയന്റഡ് ആയിട്ട് ഇൻഫ്ലുവൻസർ എന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് വ്യൂവേഴ്സിന്റെ കയ്യിലെ പൈസ നഷ്ടമാകാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ വ്യൂവേഴ്സ് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതായത് നിങ്ങൾക്ക് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാം, വളരെ നല്ല പ്രൊഡക്ട്സ് ആണ് ഞങ്ങൾ നിങ്ങളിലേക്ക് തരുന്നതെന്നൊക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് കണ്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ആളുകൾ പ്രൊഡക്ട്സ് വാങ്ങിച്ച് അവർക്ക് നഷ്ടം ഉണ്ടാവുകയാണ്. അപ്പൊ അവരത് ലൈവായിട്ട് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് മറ്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങളോട് ആരാണ് ട്രസ്റ്റ് ചെയ്യാൻ പോകാൻ പറഞ്ഞത്? നിങ്ങൾ മണ്ടന്മാരല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, ലോക വിവരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ ആക്രമിക്കുകയാണ്. ഈ സിസ്റ്റം ഇവിടെ വല്ലാതെ കുഴഞ്ഞു കിടക്കുകയാണ്. ഇതിന് കറക്റ്റ് ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതായത് നിങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് തരുന്നത് കൊണ്ട് എല്ലാ പ്രോഡക്റ്റും ഇവിടെ പോസിറ്റീവ് പറയുന്നുള്ളൊരു അവസ്ഥയിൽ രണ്ട് കൂട്ടർ ഇവിടെ ഇരിക്കുകയാണ്. ഒന്ന് ബ്രാൻഡും ഒന്ന് ഈ ക്രിയേറ്ററും. ഇത് പിന്നെയും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥേനെ പൂർണ്ണമായിട്ട് കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ വാങ്ങിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നത് എത്രമാത്രം മനുഷ്യത്വം ഇല്ലാഴികയാണ്, ഉത്തരവാദിത്വം ഇല്ലാഴികയാണ്. ഇവിടെ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ആനകൃഷ്ണനെ പോലെയുള്ള 1 million 2 million ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സിന് പറ്റും. അവർ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഹ്യൂജ് എമൗണ്ട് തരുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കണം, ഇത് എത്രത്തോളം നല്ല കമ്പനിയാണെന്ന് ഉറപ്പ് വരുത്തണം, ഇതിന്റെ ബാക്ക് സ്റ്റോറി ഞങ്ങൾക്ക് അറിയണം, ഈ പറയുന്ന പ്രോഡക്റ്റ് എത്രത്തോളം നല്ലതാണ്, ഈ കമ്പനി എത്രത്തോളം ട്രസ്റ്റബിൾ ആണെന്ന് അറിയണം, ഈ പ്രോഡക്റ്റ്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് അറിയണം, ഇതിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റി ഞങ്ങൾക്ക് അറിയണം, ഇതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഞങ്ങൾക്ക് അറിയണം. അതിനൊപ്പം ഞങ്ങൾക്ക് ഇത് ട്രൈ കൂടെ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നൊരു സ്റ്റാൻഡ് ഇത്രയും വലുതായി നിൽക്കുന്ന, ഇത്രയും റീച്ചുള്ള, ഇത്രയും ആളുകൾ വിശ്വസിക്കുന്ന ഒരു ക്രിയേറ്ററിന് പറ്റില്ല എന്നാണോ പറയുന്നത്? അഹാന ആ വീഡിയോ കൂടെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യണ്ടേ, റെസ്പോൺസിബിൾ ആവണ്ടേ എന്നൊക്കെ ചോദിച്ചതുപോലെ ഇവർക്ക് ഈ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തുകൂടെ? ഇവർക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിക്കോട്ടെ. കണ്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ വിശ്വാസം തിരിച്ചു കൊടുക്കേണ്ടതുണ്ടെന്നുള്ള സ്റ്റാൻഡ് ഇവർക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല? ഈ പറയുന്ന സ്റ്റാൻഡുകളൊന്നും എടുക്കാതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത്
ആളുകൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് അവർ വന്നിരുന്ന് സംസാരിക്കുകയാണ് മനുഷ്യത്വത്തെ പറ്റി, ഉത്തരവാദിത്തത്തെ പറ്റി, വരാൻ പോകുന്ന ജനറേഷന് ശുദ്ധമായ കോണ്ടന്റ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ. ഇതെങ്ങനെ ചേരും, ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? റെസ്പോൺസിബിലിറ്റിയോട് കൂടി ആളുകൾക്ക് യൂസ് ചെയ്ത കുഴപ്പമൊന്നും സംഭവിക്കാത്ത നല്ല നല്ല പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റും. കണ്ടിരിക്കുന്ന ആളുകൾ പറ്റിക്കപ്പെടില്ല. ഒരു പരിധി വരെയെങ്കിലും അഹാന കൃഷ്ണനെ പോലുള്ള ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടെന്നിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പല ദിവസത്തെ കട്ടിങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ നോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷനോ ഒന്നും പറയാതെ അവർ ഈ ഒരു ഗ്ലൂട്ടാത്തിയോന്റെ ആഡ് ആളുകളുടെ ഇൻസെക്യൂരിറ്റിനെ ഫോക്കസ് ചെയ്ത് വെക്കുന്നത്. അതോടൊപ്പം അതിനെപ്പറ്റി ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരവും കൊടുക്കുന്നില്ല. ഇത് എത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഈ ഉത്തരവാദിത്തത്തിനെ പറ്റിയും മനുഷ്യത്വത്തിനെ പറ്റിയും കോണ്ടന്റിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? ഇപ്പൊ എവിടെയോ കിടക്കുന്ന ചിലർ കൈ കിട്ടിയ ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ ഇട്ട് ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് അവർ വളരെ പോളിഷ്ഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പേജും ഒരു വെബ്സൈറ്റും ഒക്കെ തുടങ്ങി ഞങ്ങൾ വളരെ ട്രസ്റ്റബിൾ ആണെന്ന് പറഞ്ഞു. ഈ പറയുന്ന അഹാന കൃഷ്ണയെ ഉൾപ്പെടെ മറ്റിപ്പോ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഏത് ഇൻഫ്ലുവൻസറിനെയും, ഈ പറയുന്ന അഹാനയോ ഇഷാനിയോ സൗഭാഗ്യോ ഗ്ലാമിക്കോ മൈവേ ബൈ കല്യാണിയോ അവരെ ആരെ കോൺടാക്ട് ചെയ്താലും അവരത് സിമ്പിൾ ആയിട്ട് വാങ്ങിച്ചിട്ട് ഞാനിത് യൂസ് ചെയ്തു 10 ദിവസമായി 15 ദിവസമായി എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. അത് കാണുന്ന ആളുകൾ വാങ്ങിച്ചത് തേച്ചതിന് ശേഷം അവരുടെ കിഡ്നി പോയി അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് പ്രശ്നം ഉണ്ടാകുന്ന പറയുമ്പോൾ ചീത്ത വിളിക്കുക, കളിയാക്കുക, മണ്ടന്മാരെന്ന് പറയാ. ക്രിയേറ്റർ വന്നിട്ട് പറയാ നിങ്ങളോട് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ജസ്റ്റ് പറഞ്ഞില്ലേ ഉള്ളൂ, ഞാനിത് യൂസ് ചെയ്യുന്നത് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള രീതിയിലാണോ ഈ സിസ്റ്റം ഇവിടെ ഫംഗ്ഷൻ ചെയ്യേണ്ടത്? ഏതൊരാളും ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, ഒരു ഗുണവും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാ പോപ്പുലർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സും അത് ചെയ്യുന്നുള്ള അവസ്ഥയാണ്. ഈ അവസ്ഥയല്ലേ മാറേണ്ടത്? ഇതിന് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് നോക്കിയും കണ്ട് മാനേജ് ചെയ്യേണ്ടതല്ലേ? ആർക്കും ഒരു ക്രിയേറ്ററോ ഈ പറയുന്ന ഇൻഫ്ലുവൻസറോ പ്രൊഡക്റ്റ് പ്രൊമോഷനോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഏറ്റവും ഉത്തരവാദിത്തമുള്ള, ഈ പറഞ്ഞ മനുഷ്യത്വമുള്ള, ഈ പറഞ്ഞ ആളുകളിൽ എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി ഉത്തരവാദിത്തപൂർണ്ണ അഡ്വർടൈസ്മെന്റ് ചെയ്യുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്? ഹാന തന്നെ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിയേറ്ററിന്റെ പേര് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള റീച്ച് ഉണ്ടാവും, അതുകൊണ്ട് ആളുകൾക്ക് വ്യൂസ് ഉണ്ടാവും, നല്ല പൈസ ഉണ്ടാവും, അതുകൊണ്ടാണ് ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ പേരിന് എപ്പോൾ തൊട്ടാണ് ഈ വാല്യൂ ഉണ്ടായത്? നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ള, വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ നിങ്ങളെ പറ്റിയുള്ള വിഷയങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു കൂട്ടർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ? അതൊരു ചെറിയ കാര്യമൊന്നും അല്ലല്ലോ, അത് ഒരു ദിവസം കിട്ടിയ ഭാഗ്യമൊന്നും അല്ലല്ലോ, കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതല്ലേ. അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പം ഇതിനൊക്കെ എതിരെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കമന്റിലാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർ വന്നിട്ട് അവരെ ആക്രമിക്കും, അല്ലെങ്കിൽ ക്രിയേറ്റർ അത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇനി മറ്റൊരു കൂട്ടർ ഇത് ശരിയല്ലല്ലോ എന്ന് ചോദിക്കും. ആ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഇവർ പറയുന്നതിൽ പോയിന്റ് ഉണ്ടോ എന്നതിനപ്പുറത്തേക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് കുശുമ്പല്ലേ, അവരുടെ പേരിൽ നിങ്ങൾ ഫേമസ് ആകാൻ പോവുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ബാലിശമായ പരിപാടികളൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകും. മറ്റൊരാളെ അധിക്ഷേപിച്ച് മോശം വാക്കുകൾ പറഞ്ഞ് അവരെ തേജോവധം ചെയ്യുന്ന ടൈപ്പ് വീഡിയോസിനോടൊന്നും എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. കുശുമ്പാണ്, അസൂയാണ്, വെറും ഒരു റീച്ചിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഇവിടെ തുടങ്ങുക തന്നെ ചെയ്യും. ഞാൻ ആദ്യം ഇഷാനി കൃഷ്ണയെ റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഞാൻ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തതിന് ശേഷം പഴുപ്പടങ്ങുന്ന രീതിയിലുള്ള മുഖക്കുരുവാണ് അവരുടെ മുഖത്ത് വന്നത്. ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫാമിലിയിൽ നിന്ന് അത്യാവശ്യം വഴക്കൊക്കെ കേൾക്കുന്നുണ്ട്. ആ ഒരു കമന്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആളുകൾ നാണക്കേട് കൊണ്ടോ ഈ ബുള്ളിങ് ഒക്കെ പേടിച്ചിട്ട് പലരും പുറത്ത് പറയുന്നില്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഉന്നയിച്ച് കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്താൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെ വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഈ പറയുന്ന നിയമ നടപടികളിലേക്ക് പോവുക തന്നെ ചെയ്യും. അത് ചെയ്യാതിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അറിവുകൊണ്ടോ ഈ പറയുന്ന ബുള്ളിങ് പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്താകും ഇനി അതിന്റെ പുറകെ പോകണ്ട എന്നൊക്കെ ഓർത്തിട്ട് തന്നെയായിരിക്കും. പക്ഷെ ചിലരൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇവിടെ പേടിയും ചൂടും ഒക്കെ ഉണ്ടാവുന്നതുമാണ്. ഉത്തരവാദിത്വവും മനുഷ്യത്വവും ഒക്കെ ക്രിയേറ്റേഴ്സിനും കൂടെ വേണ്ടതാണ്. അല്ലാതെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രം ഉള്ളതല്ല. രണ്ട് കൂട്ടർക്കും ഇത് ആവശ്യമാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല റീച്ചുള്ള ഒരു ക്രിയേറ്ററും പ്രൊമോഷണൽ വീഡിയോ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ക്രിയേറ്ററൊക്കെ ആവാനായിട്ട് എല്ലാവർക്കും ഇവിടെ സാധ്യതയുണ്ട്. പക്ഷെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് എത്തിക്സോട് കൂടി ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ടഫായിട്ടുള്ള കാര്യം. ഇത് ചെയ്യാതെ വന്നിരുന്ന് പ്രസംഗിക്കുന്നതിനോട് യാതൊരുവിധ യോജിപ്പും ഇല്ല.